സാക്ഷര ത്രിപുര, സുശക്ത ത്രിപുര. രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടികയിൽ മൂന്നാമതാണ് ത്രിപുര. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായാണ് സംസ്ഥാനവും വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നത്. 95.6% സാക്ഷരതാ നിരക്ക്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഉല്ലാസ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം പ്രകാരമാണ് ത്രിപുര സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. 1961 വെറും 20.24% സാക്ഷരതാ നിരക്കിൽ അമ്പരപ്പിക്കുന്ന കുതിച്ചുചാട്ടമാണ് സംസ്ഥാനം കാഴ്ചവെച്ചത്. മിസോറാമിനും ഗോവയ്ക്കും ശേഷം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനമാണ് ത്രിപുര. നഗരമേഖലകളേക്കാൾ ഗ്രാമങ്ങളാണ് സാക്ഷരതയിൽ മുന്നിലെന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇതിന് 2018 മുതലുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ നിർണായകമായി. സാക്ഷരതയിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള അന്തരവും തുലവും കുറവാണ്. സാക്ഷരതയില്ലാത്ത യുവാക്കളെയും മുതിർന്നവരെയും അടിസ്ഥാന സാക്ഷരത, സംഖ്യാശാസ്ത്രം, നിർണായക ജീവിത കഴിവുകൾ എന്നിവയാൽ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉല്ലാസ് നടപ്പാക്കുന്നത്. മാണിക് സാഹ സർക്കാരിന് കീഴിൽ സാക്ഷരതാ നേട്ടം കൈവരിക്കാൻ സംസ്ഥാനം ചിട്ടയായി പ്രവർത്തിച്ചു. സ്കൂളുകളുടെ ഗുണനിലവാരത്തിനും വിലയിരുത്തലിനും മാണിക് സാഹ സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് TSQAAF. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് NAAC അഥവാ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എങ്ങനെയാണോ അതിനു സമാനമാണ് സ്കൂളുകൾക്കിത്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി 5000-ഓളം അധ്യാപകരെയാണ് സർക്കാർ നിയമിച്ചത്. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച മുൻകരുതൽ വേറെയും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി ഓരോ സ്കൂളിനെയും മികവിന്റെ കേന്ദ്രമാക്കാൻ പരിശ്രമിക്കുകയാണ് ത്രിപുര. ഉന്നത വിദ്യാഭ്യാസത്തിലുമുണ്ട് ഇതേ കരുതൽ. 12ാം ക്ലാസ് സംസ്ഥാന ബോർഡ് പരീക്ഷ പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ബിരുദ കോളേജുകളിൽ പ്രവേശനം ഉറപ്പാണ് ഇവിടെ. മൂല്യവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പുതിയ ത്രിപുര വിഭാവനം ചെയ്യുന്നത്. നിപുൺ മിഷനും വിദ്യാസേതു പ്രോഗ്രാമും വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനം കൂടിയാണ് ത്രിപുര. 2022 നവംബർ 18 സംസ്ഥാനത്ത് നിപുൺ മിഷൻ ആരംഭിച്ചത്. 3ാം ക്ലാസ്സോടെ അടിസ്ഥാന സാക്ഷരതയും സംഖ്യാവൈദഗ്ധ്യവും ഉണ്ടെന്നുറപ്പാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച പരിപാടിയാണ് നിപുൺ. ഡിജിറ്റൽ പഠന അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുകയാണ് സർക്കാർ. പ്രധാനമന്ത്രി പോഷൻ പദ്ധതി പ്രകാരം 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും മദ്രസകളിലും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം ഉറപ്പാക്കുന്നു. ധലായ് ജില്ലയിലാകട്ടെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 47,792 വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിന് പുറമെ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രഭാത ഭക്ഷണവും നൽകുകയാണ്. മികച്ച അധ്യാപനം ഉറപ്പാക്കാൻ അധ്യാപകരുടെ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധ ചെലുത്തുന്നു. ത്രിപുരയിലെ ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡ് TET പരീക്ഷ വഴിയാണ് അധ്യാപക നിയമനം നടത്തുന്നത്. വികസിത രാജ്യത്തിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയും ശക്തിപ്പെടുത്തുകയാണ് മാണിക് സാഹ സർക്കാർ.